ആ സംരക്ഷണ കവചമെല്ലാം ഞങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് അവരുടെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി. അമരക്കാരന് അവസാനം പുറത്തേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ് CPM. മകൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരുപാട് അച്ഛന്മാരുടെ കഥ ചരിത്രത്തിന് പറയാനുണ്ടാകും. ആ ചരിത്രത്തിലേക്ക് ഒരച്ഛന്റെ പേര് കൂടി ചേർക്കുന്നു: പിണറായി വിജയൻ. അഴിമതിക്കറ തന്റെ കയ്യിലില്ല എന്ന് മാന്യമായി പറയുമ്പോൾ മകളുടെ അക്കൗണ്ടിലേക്ക് അത് ഇട്ടുകൊടുത്ത ബുദ്ധിമാനായ പാർട്ടി വഞ്ചകൻ. പണ്ട് TP കുലം കുത്തിയെന്ന് വിളിച്ച അതേയാളെന്ന് ഈ ലോകത്തിന് മുന്നിൽ ആ പാർട്ടി അഴിമതിയുടെ പാർട്ടിയാക്കി മാറ്റി. കെജ്രിവാൾ കാരണം ആം ആദ്മി ഇല്ലാതായതുപോലെ പിണറായി വിജയൻ കാരണം ഇതാ CPM ഇല്ലാതാകാൻ പോകുന്നു. തിരഞ്ഞെടുപ്പിൽ വർഗീയത കുത്തിക്കയറ്റി ഏത് തരം താഴ്ന്ന രാഷ്ട്രീയവും കളിക്കാൻ മടിയില്ലാതെ ഇന്ന് കേരള ജനതയെ കാണിച്ചെന്ന CPM അണികൾ അവസാനമായി തെരുവിലിറങ്ങിയത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നറിയാമോ? കളവ് നടത്തിയ ഒരു മകൾക്കും കളവ് നടത്താൻ സഹായിച്ച അച്ഛനും വേണ്ടി. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടിയിൽ ചാടിക്കയറി കാർ തല്ലിപ്പൊട്ടിച്ച് അവസാനം ജയിൽവാസത്തിനായി കിടന്നു. അപ്പോഴും വീണയ്ക്കും അച്ഛനും പരമസുഖമായിരുന്നു. പക്ഷേ ഒരു കള്ളവും അധികകാലം മൂടിവെക്കാൻ കഴിയില്ല എന്ന സത്യം ഇന്ന് ആ പാർട്ടിയും മനസ്സിലാക്കിയിരിക്കുന്നു. പിണറായി വിജയനെ തടഞ്ഞു വെച്ചതാണ് പ്രശ്നം, വീണയോ എക്സാലോജിക്കോ ഞങ്ങളുടെ വിഷയമല്ല എന്ന നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതായത് വീണ തെറ്റുകാരിയാണെന്ന പാർട്ടി പോലും മൗനം സമ്മതമായി നൽകിയിരിക്കുന്നു. കൊച്ചിയിലെ ED ഓഫീസിലേക്ക് തലകുനിച്ച് വീണ വിജയൻ നടന്നു കയറിയ ആ നിമിഷം പാർട്ടി ഉറപ്പിച്ചു അവർ കുറ്റക്കാരിയാണെന്ന്. ഇന്നെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല. സമയമാകുമ്പോൾ കാലുമാറുന്നത് CPMൽ സ്ഥിരമായതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെയും മകളുടെയും കാര്യത്തിലും അവർ തനിക്കുണം കാണിച്ചു. പിണറായി വിജയൻ എന്ന വ്യക്തിപ്രഭാവം ആ പാർട്ടിക്കുണ്ടാക്കിയ ആഘാതങ്ങൾ ചെറുതായിരുന്നില്ല. സീറ്റുകൾ നഷ്ടപ്പെട്ടു, ഭരണം പോയി, ചരിത്രത്തിലില്ലാത്ത വിധം തേഞ്ഞു മാഞ്ഞു പോയി. അപ്പോഴും അഭിമാനം സംരക്ഷിച്ചിരുന്ന പാർട്ടിക്കിതാ ഇപ്പോൾ അതും നഷ്ടമായിരിക്കുന്നു. ക്യാപ്റ്റനും കുടുംബവും മുങ്ങുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പാർട്ടി അവരെ കൈവിട്ടുകൊണ്ട് തടിയൂരാൻ നോക്കുകയാണ്. അഴിമതിയിലെ ഈ കോട്ടക്കൊട്ടാരങ്ങൾ തകർന്നടിയുന്നത് കാണാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഭരണം പോയതിനു ശേഷം പുറത്തുവന്ന CPMന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ റിപ്പോർട്ടുകൾ പോലും വിരൽ ചൂണ്ടുന്നത് ഈ കുടുംബ ഭരണത്തിലേക്ക് തന്നെയാണ്. തോൽവിയുടെ കാരണം ജനങ്ങളിൽ നിന്നുമുണ്ടായ കടുത്ത വിദ്വേഷവും ഭരണവിരുദ്ധ വികാരവും കൂടാതെ പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിയും മാത്രമല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അഴിമതികൾ കൊണ്ട് മാത്രമാണ് എന്ന് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ വഴി എഴുതി വെച്ചിരിക്കുകയാണ്. തിരുത്തൽ നടപടികൾ വേണമെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് പരസ്യമായി പറയേണ്ടി വരുന്നു. കാലങ്ങളായി CPM കോട്ടകളായി നിലനിന്നിരുന്ന സ്വന്തം മണ്ണിൽ പോലും ജനങ്ങൾ തങ്ങളെ തൂത്തെറിഞ്ഞു എന്ന യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഇന്ന് ഭയത്തോടെ തന്നെ സമ്മതിക്കുകയാണ്. അവസാനം ആ EDക്ക് മുന്നിൽ മകൾ നടന്നു കയറിയപ്പോൾ ആ അച്ഛനെ പാർട്ടിയും കൈവിട്ടിരിക്കുന്നു.